ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ വെരി 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 ക്ലോസ് ഫ്രണ്ട് അഞ്ജു ഒമാനിലാണ്. അപ്പോൾ അവൾ ദുബായിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കാണാൻ പോവാണ്. അവർ ഓൾറെഡി അവിടുന്ന് റെഡി ആയിട്ടെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. സോ നമുക്ക് മെല്ലെ മെല്ലെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെന്താ, നമുക്ക് വേഗം തന്നെ തട്ടിക്കൂട്ട് മേക്കപ്പ് പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ, സമയം 6:15. അത്യാവശ്യം ഇരുട്ടൊക്കെയാണ്. നമുക്ക് അധികം മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമുക്ക് തട്ടിക്കൂട്ട് മേക്കപ്പ് പരിപാടികൾ ചെയ്യാം. കൺസീലർ വെച്ച മുഖത്ത് അവിടെ ഇവിടെയൊക്കെ പൊട്ടുകൾ തൊടുക. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. ഞാൻ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ട്സ് മാറ്റി യൂസ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുന്ന വരെ ഞാനത് യൂസാക്കും. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് മേടിക്കുക, അതെല്ലാം ട്രൈ ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്ന വരെ യൂസാക്കിയിട്ട് പിന്നെയാണ് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് മേടിക്കലുള്ളൂ. അത് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണെങ്കിൽ എന്നാലും ഞാൻ അല്ലറ ചില്ലറ വിട്ടുവീഴ്ചകൾ ആ ഒരു തീരുമാനത്തിൽ എൻ്റെ മാറ്റലുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അത് ഉപയോഗിച്ച് തീർക്കാൻ നോക്കും. ഈ ഒരു ബ്ലഷ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജർമ്മനിയിൽ പോയപ്പം അവിടുത്തെ DM എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. ഭയങ്കര നല്ല അഫോർഡബിൾ ആണ്, പിന്നെ നല്ല പിഗ്മെൻറ്റഡും ആണ്. ഇത് ഏകദേശം നമ്മുടെ ബെനറ്റൻറ്റിൻ്റെ ഒക്കെ ഒരു റേഞ്ചില്ലേ ആ ഒരു പിഗ്മെൻറ്റ് പോലെയും ആ ഒരു ഫിനിഷിംഗ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ യൂഷ്വൽ ഐബ്രോ ഫില്ലിങ്, അത് ബെനിഫിറ്റിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. മസ്കാര ഇടുമ്പോൾ എപ്പോഴും ഐലാഷ് കേൾ ചെയ്തിട്ട് ഇടുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക ലാഷ് കുറച്ചും കൂടി കാണാൻ ഭംഗിയെന്ന് ഞാൻ ഇത് മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് കേൾ ചെയ്യാനുള്ളൊരു മടിയോ എന്താ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചധികം കാലമായിട്ട് ഞാൻ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക മാറ്റം നമുക്ക് ആക്ച്വലി കറക്റ്റായിട്ട് കാണാനും പറ്റും. ഈ എല്ലാ പരിപാടിയും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും ആദ്യം തമ്മിൽ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു സൗന്ദര്യ പിണക്കത്തിലേക്ക് ഇങ്ങനെ കാല് ഇടറി വീഴാൻ നിൽക്കുന്ന ഒരു കോൺവെർസേഷനാണ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന സമയത്ത് കിടക്കാനുള്ള കറക്റ്റ് പൊസിഷൻ സെറ്റാക്കിയിട്ട് സാഷയും വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ലിപ് ബാമും പിന്നെ ഒരു ലിപ് ഗ്ലോസും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതും ഞങ്ങൾ ജർമ്മനി പോയ സമയത്ത് ഞാൻ മേടിച്ചതാണ്. DM എന്ന് പറഞ്ഞ സ്റ്റോറിൽ അർഡിക്കാഡോന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ബ്രാൻഡ് നെയിം. ഞാനത് സൈഡിൽ കൊടുക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എന്താ പറയുക പ്രൊഡക്ട്സ് ആയിരുന്നു ഈ ഒരു ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നത്. DM എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ച അവിടെ 1-2 ബ്രാൻഡ്സ് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ലിപ് ബാം, ലിപ് ടിൻറ്റ്, പിന്നെന്താ ബ്ലഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബ്യൂട്ടീഷ്യൻ പരിപാടികളൊക്കെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിതിന്. അതിനുശേഷം ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി എൻ്റെ പിണങ്ങിയ ഭർത്താവിനെ ഒന്ന് പിണക്കൊക്കെ മാറ്റി ഞാനൊന്ന് എന്താ പറയുക ക്യാമറയിലോട്ട് കൊണ്ടുവന്നിപ്പിച്ചിട്ടുണ്ട്. ആൾക്ക് വലിയൊരു സന്തോഷമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ മുടി കെട്ടി വെച്ചത് എനിക്ക് അത്ര ഒരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ അധികം ഹെയർ സ്റ്റൈൽസ് ഒന്നും പരിചയമോ അറിവോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെടാറുണ്ട് ഹെയർ സ്റ്റൈലിന്. ഒന്നിക്ക് ഞാൻ അധികവും നിങ്ങൾ കാണുന്നത് ഞാൻ ഒന്നിക്ക് അഴിച്ചിടും, അല്ലെങ്കിൽ പൊണിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാവില്ലേ, അതാണ് ഞാൻ യൂഷ്വലി ട്രൈ ചെയ്യാറ്. എനിക്ക് ബട്ടർഫ്ലൈസിന് ആക്ച്വലി ഭയങ്കര ഇഷ്ടം. എനിക്ക് ചെറുപ്പത്തിൽ കുറേ ബട്ടർഫ്ലൈസിൻ്റെ മറ്റേ അമ്പലത്തിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടി ഗോൾഡൻ കളറൊക്കെ അതിൻ്റെ മേലെ നടുക്ക് ബീച്ചൊക്കെ ഇതിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. ഞാൻ എവിടെ പോയാലും അതൊക്കെ വാങ്ങിക്കൂട്ടുമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ കുറവില്ല. ഇപ്പോഴും ബട്ടർഫ്ലൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിക്കും. ഞാൻ അങ്ങനെ ഹെയർ സ്റ്റൈലിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാറില്ല. കാരണം എന്നെ കാണാതെ നിലത്ത് മുടിയൊക്കെ നമ്മൾ അപ്പം പെറുക്കി കളയണം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഞാൻ അധികം ഹെയർ സ്റ്റൈലിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാത്ത ഒരാളാണ്. സ്പ്രേയും കൂടി അടിച്ചാൽ നമ്മുടെ അപ്പോൾ എൻ്റെ പെർഫ്യൂം കളക്ഷൻസിൽ ഞാൻ ഈ പെർഫ്യൂമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
ഇറ്റ് സ്മെൽസ് ഹെവൻലി, ലൈക്ക് ഭയങ്കര 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 അടിപൊളിയാണ്. ആസ് യൂഷ്വൽ ആദ്യ ബാത്റൂമിലാണ്. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ബാത്റൂം പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ ഇടയ്ക്കുള്ളതെങ്കിൽ അതുപോലത്തെ ഒന്ന് ഇവിടെയുണ്ട്. സോ ആള് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാം. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. അപ്പോൾ ആസ് ഓൾവേസ് നമ്മൾ ലേറ്റാണ്. അവർക്ക് അവിടുന്ന് ഒരു 26 മിനിറ്റാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു 24 മിനിറ്റ് ഉണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങളായിരിക്കും രണ്ടാമതെത്തുക. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതൊക്കെ പോടാ പിന്നെ പതുക്ക, ആരും പേടിക്കണ്ട. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ജീവനോടെ ഇപ്പോഴും ഉണ്ടെന്നാണ്. സോ നമുക്ക് അവിടെ പോകാം. ഞാൻ ഇത്രയും നേരമായിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ എത്ര കൊല്ലം പോയാലും അതെന്താ പൊണ്ടാരും വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എത്ര പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എല്ലാ കൊല്ലം വീണ്ടും വീണ്ടും പോവാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലം ഗ്ലോബൽ വില്ലേജ്. പിന്നെ യെസ്, ഐ എം വെരി വെരി എക്സൈറ്റഡ് ടു മീറ്റ് അഞ്ജുവിൻ്റെ 2 അടക്കാപ്പക്ഷികളുണ്ട്. അതിൽ ഒരു അടക്കാപ്പക്ഷിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇളയ മോളെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു മീറ്റ് ദം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗ്ലോബൽ വില്ലേജ്. എല്ലാ വർഷവും ആക്ച്വലി ഞാനിങ്ങനെ നോക്കിയിരിക്കും ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നതും. മാക്സിമം ഒരു 1-2 തവണയൊക്കെ ഞങ്ങളവിടെ പോകാറുണ്ട്. മെയിനായിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കാനും പിന്നെ അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്താനും. അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ ഫസ്റ്റ് പോക്ക് അഞ്ചു വന്നപ്പോഴായിരുന്നു അതിലുള്ള ഒരു എന്താ പറയുക ഒരു സുദിനം ഉണ്ടായിരുന്നത്. ഈ ലൈറ്റ്സ് ഇട്ട ഈ ഒരു റൂട്ടിൽ കൂടെ പോകാനൊക്കെ ഭയങ്കര നല്ല രസമാണ്. ഞങ്ങൾ ആക്ച്വലി അവരെക്കാളും മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചുറ്റി നടന്നു. ഫൈനലി ഞങ്ങളും അവർ ഒരുമിച്ചായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പെയ്ഡ് പാർക്കിങ്ങിൽ കാറിട്ട് ഞങ്ങൾ നേരെ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കണ്ടതും ആ ഒരു മൊമെൻറ്റും ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. എൻ്റെ ആദ്യൻ്റെയും ലൈഫിൽ ഒരു എന്താ പറയുക ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആളാണ് അഞ്ജു. അപ്പോൾ അഞ്ജുവിനെ കുറേ കാലത്തിന് ശേഷം കണ്ടതിൽ ഞങ്ങളും ആദ്യം ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറ്. ലാസ്റ്റ് ഞങ്ങൾ ഒമാനിൽ ഈദിൻ്റെ വെക്കേഷനിൽ പോയപ്പം അവരുടെ അടുത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അവരായിരുന്നു ഞങ്ങളെ മൊത്തം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് ദുബായിൽ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെ കാണാനും മീറ്റ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് ഗ്ലോബൽ വില്ലേജ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ആ ഒരു മസിൽസ് ട്രൈ ചെയ്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അവിടുത്തെ ഒരു തായ് ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു എന്താ പറയുക ഒരു മ്യൂസിക്കും ലൈറ്റും ഒക്കെ വെച്ചിട്ടൊരു ഒരു ഷോ പരിപാടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനകത്തുള്ള മാങ്ങ മാത്രം പെറുക്കി തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അധികം മേലോട്ട് വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അഞ്ജും ഒക്കെ കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഷിറുവിനെ ഞങ്ങളെ ഫോട്ടോഗ്രാഫറാക്കി. ഞങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോ എടുത്തിരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ പെവിലിയൻസിൽ പോയി. അവിടെ നല്ലറ ചില്ലറ കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് പോകുന്ന വഴി അറിയില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. അവിടെ ഇതുപോലെ തന്നെ ഓരോ പെവിലിയൻസിലും കുറേ അവരുടെ ട്രഡീഷണൽ ഡാൻസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പിള്ളേർക്ക് ചില എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേന്നുള്ള രീതിക്ക് ആദ്യം അവർക്ക് ഹാപ്പിനെസ് തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ ഓരോ പെവിലിയൻസിൽ പോയി. ഇത് ഞങ്ങൾ പാകിസ്ഥാൻ പെവിലിയനിൽ പോയപ്പം അവരുടെ കുറച്ച് ദുപ്പട്ടാസ് ഉണ്ടായിരുന്നു. അത് നോക്കുമായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ ഇവിടുന്ന് ഇന്ത്യൻ നെറ്റൈസ് അധികം ഇടാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ അവൾക്കും അധികം ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവളും ഒന്നും വാങ്ങിയില്ല. പിന്നെയും ഞങ്ങൾ അടുത്ത പെവിലിയൻസിലൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. സത്യം ഞങ്ങൾ കൊറിയൻ പെവിലിയനിൽ പോയപ്പം ട്രൈ ചെയ്തൊരു ഐറ്റം ആയിരുന്നു അത്. ഓഷ്യൻ മിക്സ് ജെല്ലി എന്നായിരുന്നു ഇതിൻ്റെ പേര്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കൊണ്ടുവന്നതും തീർന്നതും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി നല്ലപോലെ വന്നതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫുഡ് ടൈപ്പ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡൈനാമൈറ്റ് ഷ്രിമ്പിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
ആദ്യം തൊട്ടിപ്പുറത്തുള്ള തന്നെ ഒരു ചിക്കൻ ടാക്കോസ് എടുത്തു. 5 ഒരു നൂഡിൽസ് ടൈപ്പ് എന്തോ പറഞ്ഞു. അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ച അവസാനമായിരുന്നു ഞങ്ങൾ ഈ ഒരു സാധനം ട്രൈ ചെയ്തത്. രൂപയ്ക്ക് ഒരു 5-6 തട്ടിപ്പത്ത ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ വയറ് പൊട്ടണ രീതിക്ക് വരെ നല്ലപോലെ പല ഫുഡും ഒക്കെ കഴിച്ച് അത്യാവശ്യം അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 1:30 വരെ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 14 ഡിഗ്രി ആയിരുന്നു രാത്രി ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ട് ഗ്ലോബൽ വില്ലേജിൽ നിന്നും അവിടെ ഗ്ലോബൽ വില്ലേജാ അപ്പം ഞങ്ങൾ പോവുകയാണ്. ഹാഡ് എ വെരി ഗുഡ് ടൈം. ഭയങ്കര നല്ല കുറച്ച് സമയമായിരുന്നു. സമയം പോയത് പക്ഷെ അറിഞ്ഞില്ല. ഒരുപാട് ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. സോ അങ്ങനെയൊക്കെ. സോ till we meet with another video. Toodles.